الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിൽ ഇന്ന് നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. മതപഠന രംഗത്ത് ഏറെ മുന്നിലാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം. ചെറുപ്പം മുതലേ മദ്രസകളുണ്ട്, പള്ളി ദർസുകളും കോളേജുകളും, അങ്ങനെ പല സ്ഥാപനങ്ങളുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ പഠിച്ചിട്ടും മതസ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്റെ ഈ സമൂഹത്തിന് ഇങ്ങനെ അന്ധവിശ്വാസം? ആ ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ. എന്താണത്? വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. പിന്നെ പഠിപ്പിക്കപ്പെടുന്നതോ കർമ്മകാര്യങ്ങളാണ്. ഇസ്ലാം കാര്യം 5 എന്ന് ചെറുപ്പത്തിൽ പഠിച്ചു. ഒന്നാമത്തേതാ? ഷഹാദത്ത് കരിമ 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമായി പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് അവിടെ കഴിഞ്ഞു. പിന്നുള്ളത് മുഴുവനും നിസ്കാരം പഠിക്കലും സക്കാത്ത് പഠിക്കലും നോമ്പ് പഠിക്കലും ഹജ്ജ് പഠിക്കലുമാണ്. കർമ്മശാസ്ത്രമാണ് വിഷയം. ഇസ്ലാമിക ചരിത്രങ്ങളാണ് വിഷയം. വിശ്വാസ കാര്യങ്ങൾ തൊട്ട് തീണ്ടാത്ത ഒരു സമൂഹം. ചെറുപ്പത്തിൽ എന്തോ ഒരു പാട്ട് കാണാതെ പഠിച്ചതല്ലാതെ അള്ളാനെ പറ്റി അറിയില്ല. മലക്കുകളെ സംബന്ധിച്ച് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കൂടുതൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അംബിയായിനെ സംബന്ധിച്ച് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? വിശ്വാസ കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് എന്തും വിശ്വസിക്കാം, എന്തുമാകാം എന്ന രൂപത്തിൽ സമൂഹം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായത്, അനാചാരങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഒരു പരിഹാരം എന്നോണം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനം വളരെ മുന്നിലാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിഷയത്തിൽ. ഈ മിമ്പറിന്റെ ശിഷ്യഗണങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടിയാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ സവിശേഷമായ നാമങ്ങൾ പോയ വാരങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ
എന്ന വിശേഷണത്തിലൂടെ ഒരൽപ്പം സഞ്ചരിക്കാവുന്നതാണ്. അല്ലാഹുവിന് അവന്റെ 99 നാമങ്ങളിൽ പെട്ടതാണ് അൽ ഗനിയ്യ് എന്ന പേര്. എന്താണ് ഇതിന്റെ അർത്ഥം? ഗനിയ്യ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലദീ ലാ യഹ്താജു ഇലാ അയ്യി ശൈഇൻ, ഒന്നിനെയും അവലംബിക്കേണ്ടാത്തവൻ, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവൻ, ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്തവൻ. അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഗനിയ്യ് എന്ന വാക്കിൽ. ആ അർത്ഥത്തിലുള്ള ഗനിയ്യ് അല്ലാഹ് മാത്രമാണ്. മറ്റാർക്കും ആ അർത്ഥത്തിലുള്ള ഗിനയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു സൂറ മുഹമ്മദിൽ വല്ലാഹുൽ ഗനിയ്യു, അല്ലാഹു പരാശ്രയമുക്തനാണ്, വഅൻതുമുൽ ഫുഖറാ, നിങ്ങൾ എല്ലാവരും ദരിദ്രരാണ്. എത്ര വലിയ സമ്പന്നനാണോ ദരിദ്രനാണ്. പരാശ്രയമുക്തൻ എന്ന് പറഞ്ഞത് അല്ലാഹു മാത്രമാണ്. അതാണ് വസ്തുത. റബ്ബ് റബ്ബ് വൽ അബ്ദ് അബ്ദ്. റബ്ബ് റബ്ബ് തന്നെയാണ്, അബ്ദ് അബ്ദ് തന്നെയാണ്. അബ്ദ് ഒരിക്കലും റബ്ബാകില്ല, അടിമ ഒരിക്കലും ഉടമയാകില്ല. അപ്പോ സൃഷ്ടാവായ അല്ലാഹുവിന്റെ സവിശേഷത അവനൊന്നിനെയും ആവശ്യമില്ല എന്നതാണ്. എന്നാൽ സൃഷ്ടികളുടെ സവിശേഷത അവർക്കെല്ലാം ആവശ്യമുണ്ട് എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം പടച്ചു. ഈ ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കുറവ് സംഭവിച്ചാൽ മനുഷ്യൻ കുടുങ്ങിയത് തന്നെ. മനുഷ്യൻ ആ വസ്തുവും കൂടി ആവശ്യമുണ്ട്. മനുഷ്യന് വിശപ്പുണ്ട്, ഭക്ഷണം വേണം, ദാഹമുണ്ട്, പാനീയം വേണം, അവന് ക്ഷീണമുണ്ട്, വിശ്രമം വേണം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഇനി അൽ ഗനിയ്യ് എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥം? ആവശ്യം കുറഞ്ഞവൻ, ഇനി അതല്ലെങ്കിൽ അത്യാവശ്യത്തിന് വകുപ്പുള്ളവൻ എന്നൊരർത്ഥം. ഈ അത്യാവശ്യത്തിന്റെ വകുപ്പുള്ളവനെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ധനികനായി നമ്മൾ പറയാറുള്ളത്. ഗനിയ്യ് ഫഖീർ എന്നൊക്കെ പറയൂലേ. അഗ്നിയായിൽ നിന്ന് സക്കാത്ത് വാങ്ങണം, ഫുഖറാഇന് കൊടുക്കണം. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിലും വലിയുണ്ട്. അത് അല്ലാഹുവിനെ പറ്റി പറയുന്ന വലിയല്ല. പിന്നെന്താണ്? ഓൻ അത്യാവശ്യത്തിന് താമസിക്കാൻ വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, അവന് നമ്മൾ വലിയ എന്ന് പറയും. ഈ അർത്ഥത്തിൽ വിനയെ പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറഞ്ഞില്ലേ, റസൂലിനെ സംബന്ധിച്ച് അല്ലാഹ് പറയാം, താങ്കളെ ദരിദ്രനായി കണ്ടു അല്ലാഹു, എന്നിട്ടോ അല്ലാഹ് താങ്കൾക്ക് ധന്യത നൽകി. റസൂലിന്റെ ആദ്യകാലം, ചെറുപ്പകാലം എങ്ങനെയാണ്? യതീമാണ്, താമസിക്കാൻ വീടില്ല, സ്വന്തമായി ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരല്ലേ വളർത്തിയത്. ഉപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടില്ലേ, ഉമ്മ മരണപ്പെട്ടു പോയില്ലേ. അങ്ങനെ ഒന്നുമില്ലാത്തവരായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ വകുപ്പിന്റെ അല്ലാഹ് തന്നെ പറയുന്നത് ദരിദ്രനായിട്ട് നിന്നെ കണ്ടു, നിനക്ക് ധന്യത നൽകി. താമസിക്കാൻ വീട്, ഉടുക്കാൻ വസ്ത്രം, താമസിക്കാൻ പാർപ്പിടം, സഞ്ചരിക്കാൻ വാഹനം, അന്നത്തെ ജീവിത സൗകര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയതിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് ദിന നൽകി എന്നതാണ്. അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ധനികരുണ്ട്. എന്നാൽ കുറച്ച് പൈസ ഉണ്ടായി, അത്യാവശ്യത്തിനുള്ള വകുപ്പുണ്ടായി എന്നതുകൊണ്ട് പരിപൂർണമായ ധന്യത ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കാരണം അവന് രോഗം വരാം, അപ്പൊ ഡോക്ടർ ആവശ്യം ഉണ്ടാകും. അതുപോലെ തന്നെ മുതലാളിയാണെങ്കിലും തൊഴിലാളികൾ ആവശ്യമുണ്ട്. മക്കൾക്ക് പഠിക്കാൻ മദ്രസകളും അധ്യാപകരും ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ അവൻ ധനികനുമാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിനയും ജനങ്ങളുടെ വിനയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്.
എന്നാൽ ഒരു സംശയം, മനുഷ്യനെ എന്തിനാണ് അല്ലാഹു ഫഖീറായിട്ട് സൃഷ്ടിച്ചത്? ആത്യന്തികമായി മനുഷ്യൻ ഫഖീറാണല്ലോ. എന്തേ അവനെ ധന്യനായി സൃഷ്ടിച്ചാൽ? ഫഖീറായി സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ നന്നാകുന്നത്. ഫഖീറായി സൃഷ്ടിക്കുമ്പോൾ അവൻ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവനായി തീരുന്നു. അങ്ങനെ അവന്റെ ആ മാനസികാവസ്ഥ കൊണ്ട് അവൻ വിജയിക്കുന്നു. നേരെ മറിച്ച് അവനെ ധന്യനായി, ആരെയും ആവശ്യമില്ലാത്തവനായി സൃഷ്ടിച്ചാൽ അവൻ അഹങ്കാരിയാകും, അങ്ങനെ പരാജയപ്പെട്ടു പോകും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ ധിക്കാരിയായി തീരും. എന്തേ കാരണം? അവൻ പര്യാപ്തനായി കണ്ടു. ഞാൻ തരക്കേടില്ല എന്ന് തോന്നി. ഞാൻ എന്തിനാ ആളുകളെ പേടിക്കുന്നത്? എനിക്ക് വേണ്ടതൊക്കെ എന്റെ അടുത്തുണ്ട് എന്ന് എപ്പോഴാണോ മനുഷ്യന് തോന്നുന്നത്, അപ്പൊ മനുഷ്യൻ ധിക്കാരിയായി എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ഫഖീറായി നമ്മെ അല്ലാഹു സൃഷ്ടിച്ചു എന്നത് നമ്മോട് ചെയ്ത അനുഗ്രഹമാണ്. നമ്മൾ സ്വർഗാവകാശികളായി തീരാനാണ്, നമ്മൾ നന്നാകാനാണ്. അപ്പൊ എന്ത് മനസ്സിലായി? മനുഷ്യൻ എപ്പോഴും ഇഫ്തിഖാറുണ്ട്, മറ്റുള്ളതിനെ ആശ്രയിക്കണം. ആ മറ്റുള്ളത് ഏത് എന്നതാണ് വിഷയം. അല്ലാഹുവിന്റെ വലിയ എന്ന നാമം പഠിക്കുമ്പോ മനുഷ്യൻ എനിക്ക് ആശ്രയിക്കേണ്ടവനാണ് ഞാൻ എന്തിനെ ആശ്രയിക്കണം? അവിടെയാ വിഷയം. മനുഷ്യൻ അല്ലാഹുവിനെ ആശ്രയിക്കുമ്പോൾ പ്രതാപിയായി തീരുന്നു. അല്ലാഹുവിനെ ആശ്രയിക്കുക. അല്ലാഹുവിങ്കൽ ഉണ്ടല്ലോ, എന്റെ അടുത്തില്ലെങ്കിലും എന്റെ അടുത്തുള്ളതിനേക്കാൾ എനിക്ക് ധൈര്യം തരുന്നത് അള്ളാന്റെ അടുത്തുണ്ട് എന്ന ചിന്തയാണ്, ആ ആശയമാണ്. അതാണ് പ്രതാപം, അതാണ് ഇസ്സത്ത്. ഇതാണ് ഈ റനീയ് എന്ന നാമത്തിലൂടെ വിശ്വാസിയിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇനി മനുഷ്യനിലേക്ക് ആവശ്യക്കാരനായാലോ അന്ന് മുതൽ അവൻ നിന്ദ്യനായി. മനുഷ്യനിലേക്ക് മനുഷ്യൻ ആവശ്യക്കാരനാകുമ്പോ മനുഷ്യൻ അവനെ വെറുക്കും, അല്ലേ? അങ്ങനെയല്ലേ? ഒന്നോ രണ്ടോ തവണ ആളുകളോട് ചോദിച്ചാൽ അവർ തരും. മൂന്നാമതായി പിന്നെയും ചോദിക്കാൻ വന്നാലോ, ഓൻ വരുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് മാറി വെക്കും. ആളുകൾക്ക് വെറുപ്പായിരിക്കും. അപ്പൊ മനുഷ്യനെ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെ ആശ്രയിക്കാത്ത ആളുകൾക്കാണ് നിലംബര ഉണ്ടാകുന്നത്. അല്ലാത്തവർക്ക് പരാജയമാണ്, പതനമാണ്, അപമാനമാണ്, നിന്ദ്യതയാണ്. അതുകൊണ്ട് വലിയായ റബ്ബിനെ ആശ്രയിച്ച് ജീവിക്കാം. മനുഷ്യനെ ആശ്രയിക്കുന്നിടത്ത് 2-3 സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ സംഗതി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ആശ്രയിക്കുന്ന മനുഷ്യൻ ആശ്രയിക്കപ്പെടുന്നവന്റെ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും. ഒരു മേധാവിത്വം ഉണ്ടാകും അവിടെ, അതുണ്ടാകരുത്. ഇനി ആശ്രയിക്കാതിരുന്നാലോ, ആശ്രയിക്കാതിരുന്ന അവനെ പോലെ നമ്മളുമായി ഓൻ്റെ കൊണ്ട് ജീവിക്കുന്നു, നമ്മളെ കൊണ്ട് ജീവിക്കുന്നു. ഇനി അതിനേക്കാൾ കൂടി ഒന്നുകൂടി കടന്നിട്ട് നമ്മൾ ആളുകളെ സഹായിക്കാൻ നിന്നാലോ, ആളുകളെ നമ്മെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ അവരെ പെരുമാറി കെട്ടുന്നൊക്കെ കൊടുത്ത് അവരെ സഹായിക്കാൻ നടന്നാലോ അവർ നമുക്ക് വിധേയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും, നമ്മെ ബഹുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ മാനസികാവസ്ഥ. ഇവിടെ അല്ലാഹു തആല ഇടപെട്ടിട്ട് പറഞ്ഞു, അതിന് വേണ്ടി നിങ്ങൾ കൊടുക്കരുതേ. മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് വിധേയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്നവൻ അള്ളയാണ്, അള്ളാഹ്ക്കാണ് വിധേയപ്പെടേണ്ടത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കൊടുക്കണം? നിങ്ങൾ അന്നദാനം ചെയ്യുകയാണെങ്കിൽ, ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യുപകാരവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു നന്ദി വാക്ക് പോലും നിങ്ങളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് അള്ളാന്റെ പ്രീതിക്കാണ്. ഇനി വിധേയപ്പെടുത്താൻ വേണ്ടി, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരെങ്കിലും കൊടുക്കുകയാണെങ്കിലോ അള്ളാഹ് പറയുന്നത് കൊടുക്കാതിരിക്കലാണ് ഇബാദത്ത് ഏറ്റവും നല്ലത്. എങ്ങനെ? ആളുകളെ വിധേയപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നത് കുറ്റാണ്, അവിടെ കൊടുക്കാതിരിക്കലാണ് നല്ലത്. ഖൗലും മഅറൂഫും വ മഗ്ഫിറ, നല്ല വാക്ക് പറയൽ,
വിട്ടുവീഴ്ച ചെയ്യൽ ഖൈറുൻ, അതാണ് ഖൈറ് മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ധർമ്മം കൊടുക്കുക, അതിന്റെ പിന്നാലെ അവരെ ബുദ്ധിമുട്ടിക്കുക, അതിനേക്കാൾ നല്ലത് കൊടുക്കാതിരിക്കലാണ് എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഞാനാണ് പുരണ്ടായി കൊടുത്തത്, എന്നിട്ട് കണ്ടില്ലേ ഓ ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല. വലിയ സഹായിയ, ആ സഹായിക്കപ്പെട്ട വ്യക്തിനെ അങ്ങാടിയിൽ നിന്ന് കാണുകയാണ്. അപ്പൊ ആ മീൻ വാങ്ങിയിട്ട് അതിനൊന്ന് പുര കൊടുക്കണേ. അത് അതെയാണ്. അത് കൊടുത്തതിന്റെ പ്രത്യുപകാരമായി അവൻ ചെയ്യേണ്ടതാണ് എന്ന ഒരു ധനി അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പാടില്ല. ആ കൊടുത്തതിന് തകരാറ് സംഭവിക്കും. അള്ളാഹ് പറയുന്നു സദക്ക കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കരുതേ എന്ന്. അപ്പോൾ അള്ളാഹുവാണ് വലിയ എന്ന് നമ്മൾ പഠിക്കുമ്പോ ഒരുപാട് ആശയങ്ങളിലൂടെ നമ്മൾ പരിവർത്തനപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വലിയ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ അൽ ഹമീദ് എന്ന നാമത്തോട് കൂടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറയുന്നു ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളത് അള്ളാഹുവിന്റേതാണ്, ഈ ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാന്റേതാണ്. വ ഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. അതോടൊപ്പം അല്ലാഹു തആല വലിയാണ്, പരാശ്രയ മുക്തനാണ്, സ്തുത്യർഹനുമാണ്. എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് ആരെയും ആവശ്യമില്ല, ആരെയും അവലംബിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹ്ക്കില്ല. അപ്പൊ അല്ലാഹു തആലക്ക് എങ്ങനെ പെരുമാറാം? ഏത് രൂപത്തിലും പെരുമാറാം. കാരണം ആരെയും പരിഗണിക്കേണ്ടാത്തവനാണ് അള്ളാഹ്, ആരെയും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹ്. എന്നിട്ട് പോലും അള്ളാഹ് സൃഷ്ടികളോട് പെരുമാറുന്നത് സ്തുതിക്കപ്പെടേണ്ട വിധത്തിലുള്ള പ്രവർത്തനമാണ് അള്ളാഹ് ചെയ്യുക. ഏതൊരാളും അള്ളാഹുവിനെ സ്തുതിക്കേണ്ട രൂപത്തിലാണ് അവരുമായി അള്ളാഹ് പെരുമാറുന്നത്. എന്തെല്ലാം അള്ളാഹ് വാരിക്കോരി കൊടുക്കുന്നത്. അത് വലിയൊരു ഹമീദ്, സ്തുതിക്കപ്പെടുന്നവനാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹു എന്ന് വളരെ വ്യക്തമായി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പലരെയും ആവശ്യമുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരാൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി നിൽക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ധന്യത, അതിനേക്കാൾ വലിയ അന്തസ്, അഭിമാനം മറ്റൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കണം. എന്റത് കൊണ്ട് ഞാനിങ്ങാക്കുമെന്ന് ആരും വിചാരിക്കേണ്ട, ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളോട് ദ്വാരക്കാനുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ റഹ്മതക അർജു. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ അല്ലാഹ്. എനിക്കതാ അല്ലാഹുവിനോട് പറയാനുള്ളത്. നിങ്ങൾ അതാണ് അല്ലാഹുവിനോട് പറയേണ്ടത്. എന്റെ കാര്യം നീ നടത്തി തരണം അല്ലാഹ്, നീയാണ് വലിയ. എന്റെ കാര്യം നീ ആക്കിക്കോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കരുതേ അല്ലാഹ്. അത് കുട്ടികളുടെ വിവാഹമാണെങ്കിലും, കുട്ടികളുടെ പഠനമാണെങ്കിലും, വീടുണ്ടാക്കുന്നതാണെങ്കിലും, എന്ത് വിഷയമാണെങ്കിലും റബ്ബേ നീ നടത്തിത്തരണം, നീയൊക്കെ നടത്തിക്കോ എന്ന് പറഞ്ഞ് എന്നെ കയ്യൊയ്യരുതേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? അല്ലാഹയാണ് വലിയ, നമ്മൾ ഫഖീറാണ്. എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത. നീ അല്ലാതെ ആരാധ്യനില്ല എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കാണിത്. നീ മാത്രമാണ് പരാശ്രയമുക്തൻ, നീ എന്റെ കാര്യം നടത്തി തരണം. വേറൊരു പ്രാർത്ഥനയിലെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മതിക അസ്തഗീസ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം തേടുന്നു. അസ്ലിഹ് ലി ശൈഇ കുല്ല. എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണം. വലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ, മുഴുവനും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നാഥ എന്ന് അല്ലാഹുവിനോട് പറയണം. അപ്പൊ അല്ലാഹു നമ്മെ ആശ്രയിക്കുന്നില്ല, നമ്മെ എന്നല്ല ഒന്നിനെയും അല്ലാഹു ആശ്രയിക്കുന്നില്ല. എന്നിട്ട് പോലും ആശ്രയിക്കേണ്ടാത്തവനായ അല്ലാഹു നമുക്ക് കരുണ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അൽ വലിയു എന്ന നാമത്തെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റഹ്മത്തിനോട് ചേർത്ത് പറഞ്ഞതായി കാണാൻ കഴിയും. വറബ്ബുകൽ വലിയു ദുർ റഹ്മ.
നിന്റെ റബ്ബ് പരാശ്രയമുക്തനാണ്. അതോടൊപ്പം തന്നെ നിന്റെ റബ്ബ് കാരുണ്യവാനാണ്. നമുക്ക് കരുണ ചെയ്യുന്നത് നമ്മെ അല്ലാഹുവിന് ആവശ്യമുണ്ടായത് കൊണ്ടല്ല, നമ്മൾ മുഅ്മിനായത് കൊണ്ട്, നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, അല്ലെങ്കിൽ ഭൂവാസികളുടെ മുഴുവനും ഈമാൻ കൊണ്ട് അള്ളാഹ്ക്ക് ഒരു ഉപകാരവും ഇല്ല. അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒന്നും കൂടുന്നില്ല. അള്ളാഹ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഖുദ്സിയായ ഹദീസിൽ. പിന്നെ എന്തിനാ അള്ളാഹ് ചെയ്യുന്നത്? അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ലെങ്കിലും അവൻ കരുണ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ വസ്തുവിനെയും ഉൾക്കൊള്ളാൻ അത്ര വ്യാപ്തിയുള്ളതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാം, നല്ല പ്രവർത്തകനാണ്. എന്തിനാവും പ്രവർത്തിക്കുന്നത്? അള്ളാഹ് പറയുന്നു, ആരെങ്കിലും ജിഹാദ് അഥവാ നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ പ്രവർത്തനം നടത്തുന്നത് അത് അവന് വേണ്ടി തന്നെയാണ്. അള്ളാഹു പരാശ്രയ മുക്തനാണ്. എല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചോളണം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നിലനിൽപ്പില്ല എന്ന അർത്ഥത്തിലല്ല അള്ളാഹു തആല കൽപ്പിക്കുന്നത്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ഇനി ഏറ്റവും വലിയ ധന്യത എന്താണ്? നമ്മൾ തിരിച്ചറിയലാണ് നമ്മൾ ഫക്കീറാണ്. നമ്മൾ ഫക്കീറാണെന്ന് നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് നമ്മുടെ മനസ്സിന് ധന്യത വരിക. എന്റത് കൊണ്ട് ഞാൻ ആക്കും എന്ന് ആർക്ക് എപ്പോഴാണോ തോന്നിയത്, അന്ന് മുതലും ഫക്കീറാ. ഓന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നാലും അവൻ ഫക്കീറാ. കാരണം ഈ ഫക്കീർ എന്ന് പറഞ്ഞാൽ സ്വത്തുണ്ടാകാതിരിക്കുക എന്നല്ല, അത് മാത്രല്ല അവന്റെ കാര്യത്തിൽ എപ്പോഴും ബേജാറായി. ഓനിക്ക് അതെന്താകും ഇതെന്താകും എന്താ ചെയ്യാൻ എപ്പോഴും ബേജാറാ. അവൻ ഫക്കീറാണ്. നേരെ മറിച്ച് എന്റെ അടുത്തൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, എന്റെ റബ്ബിന്റെ അടുത്തല്ലോ, അവൻ ഏറ്റെടുത്തതല്ലേ എന്റെ റിസ്ക്കും എന്റെ കാര്യങ്ങളൊക്കെ. പെട്ടി കൊണ്ടാത്ത പൈസനേക്കാൾ ധൈര്യപ്പെടുന്നത് അള്ളാന്റെ അടുത്തുള്ളത്. അതാ മുഅ്മിൻ, അവൻ ധന്യനായി. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കണ്ട ഈ ധന്യത എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ വർധനവാണെന്ന്. മാനസിക സംതൃപ്തി, എനിക്ക് അള്ളാഹു തന്നത് മതി, ഞാൻ അതുകൊണ്ട് ജീവിക്കും എന്ന മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ധന്യതയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ റഹ്മത്തുമായി ചേർത്തിട്ട്, അതുപോലെ തന്നെ അവന്റെ മറ്റ് വിശേഷണങ്ങളുമായി ചേർത്തിട്ട് ഈ വലിയ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവന്റെ വലിയ എന്ന വിശേഷണത്തെ ഹലീം, സഹനശീലൻ എന്ന വിശേഷണവുമായി ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? അള്ളാഹു തആല മനുഷ്യന് റഹ്മത്ത് ചെയ്യും, മനുഷ്യന് കരുണ ചെയ്യും. എങ്ങനെ? ആ മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കെ. മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചു, എന്നിട്ട് ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നു. എന്നിട്ട് അള്ളാഹ് നിർത്തിയോ? സഹായം ഇല്ല. വീണ്ടും അവന്റെ ചെലവ് നടത്തി കൊടുക്കുന്നു, അവന്റെ രോഗം മാറ്റി കൊടുക്കുന്നു, അവന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, അവനോട് വീണ്ടും കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന്റെ പ്രവർത്തനം നോക്കിയിട്ടാണോ? അല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കമാലിയത്താണ്. അള്ളാഹുവിന്റെ കമാലിയത്ത് അവന്റെ പരിപൂർണത. അവൻ ഉണ്ടാക്കിയതാണ്, അവൻ പോറ്റണം. ഇവൻ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നില്ല, അത് നോക്കുന്നില്ല. അതുകൊണ്ടല്ലേ പഴയകാല ഉസ്താദുമാര് പറയാറുണ്ടായിരുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം പറയുമ്പോ അർ റഹ്മാൻ, ഈ ലോകത്ത് വെച്ച് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അള്ളാഹ് മഴ വർഷിപ്പിക്കുമ്പോ നിസ്കരിക്കുന്നവന്, സക്കാത്ത് കൊടുക്കുന്നവന്, നോമ്പൊലിക്കുന്നവന് അവന് മാത്രം മഴ, അല്ലാത്തവർക്ക് മഴയില്ല. അങ്ങനെയാണോ? വായു കൊടുക്കുന്നത് എങ്ങനെയാ? അള്ളാഹ് റഹ്മത്ത് ഇറക്കുന്നത് എങ്ങനെയാ? എല്ലാവർക്കുമാണ്. മനുഷ്യന്റെ വഴിപ്പാടുകളെ നോക്കിയിട്ടല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ സഹനശീലമാണ്. മനുഷ്യൻ അള്ളാഹിനെ ധിക്കരിക്കുന്നു, തിരിച്ച് അള്ളാഹു തആല റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ അള്ളാഹുവിനെ ആരാധിക്കാനായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ തിരിഞ്ഞു നിന്ന് അള്ളാഹ് അല്ലാത്തതിനെ ആരാധിക്കുന്നു. എന്നിട്ടും
അതുപോലെ തന്നെ മനുഷ്യൻ അല്ലാഹു തആല റിസ്ക് കൊടുക്കുന്നു, ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് അല്ലാഹ് അല്ലാത്തവർക്ക് നന്ദി പറയുന്നു. എന്നിട്ടും അവൻ അല്ലാഹു കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മനുഷ്യനിലേക്ക് ഏറ്റവും ഖൈർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യന്റെ പ്രവർത്തനത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ശർറും മാസിയത്തും കുറ്റവും അല്ലാഹുവിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നു. അല്ലാഹു റഹീമാണ്, അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു ഗനിയാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക, വേറെ ദിക്കുകളിലേക്ക് ഓടാതിരിക്കുക. എങ്ങോട്ടാണ് മുഅ്മിനിന് പോകാനുള്ളത്? ആരാണ് റഹ്മത്ത് ചെയ്യുന്നവൻ? ആരാണ് കരുണ ചെയ്യുന്നവൻ? ആരാണ് ധന്യതയുള്ളവൻ? ആരാണ് ഒന്നിനെയും ആശ്രയിക്കാത്തവൻ? അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് പറയുന്നത്. കണ്ട അവിടെയും ഇവിടെയും പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? പലരെ കുറിച്ചും മുദബ്ബിറാണ്, ലോകത്തിന്റെ നിയന്താവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടു പോകുമ്പോ ശരിക്കാലോചിക്കണം, ഈ സമൂഹം റബ്ബിനെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ അള്ളാഹു സ്വീകരിക്കുന്നു. അള്ളാഹുവുമായി പിന്തിരിഞ്ഞ് പോകുന്നവനെ അള്ള വിളിക്കുക, തൗബ ചെയ്തിട്ട് വാ, തൗബ ചെയ്ത് എന്നിലേക്ക് വാ. കുറ്റവാളികളോട് അല്ലാഹു തആല പറയുന്നു, ലാ തഖ്നതു ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുതേ, നിങ്ങളും വരൂ എന്ന് പറഞ്ഞിട്ട് അള്ള വിളിക്കുകയാണ്. ഒരു നന്മ ചെയ്താൽ അത് 10 ഇരട്ടിയായി കൊടുക്കുകയും അതിനേക്കാൾ കൂടുതൽ തരാമെന്ന് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു റബ്ബ്. ഒരു തിന്മ ചെയ്താൽ തത്തുല്യമായ ശിക്ഷ മാത്രം കൊടുക്കുകയും അത് തന്നെ വിട്ടുവീഴ്ചക്ക് സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന റഹ്മാനായ റബ്ബ്, ആ റബ്ബാണ് ദാസന്മാരെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നത്. കാരുണ്യവാനാണ്, ഐശ്വര്യവാനാണ്, പരാശ്രയമുക്തനാണ് റബ്ബ്. ആ റബ്ബിനെ കൃത്യമായി അറിഞ്ഞ് ആരാധിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു ഗനിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അഥവാ മനുഷ്യർ അവർ ഗനിയാണല്ലോ. അതെങ്ങനെ? നമ്മൾ എങ്ങനെയാ ഗനിയാകുന്നത്? അത് ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലാണ്. എനിക്കില്ലാത്തത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്തത് മറ്റാളുകൾക്കുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചിലത് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള പലതും വേറെ ആളുടെ കയ്യിലുണ്ട്. ഈ രൂപത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യന്റെ ധന്യത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, യഥാർത്ഥത്തിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, നമ്മളാണ് അവരുടെ ജീവിത മാർഗം അവർക്ക് വീതം വെച്ചു കൊടുത്തത്. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്തി, പല പദവികളിലായി അവരിൽ ചിലരേക്കാൾ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഉയർത്തിയത്? ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയൻ, അവരിൽ ചിലരെ കീയാളന്മാരായി വെക്കത്തക്ക വിധം അവർക്ക് പദവി വ്യത്യാസങ്ങൾ നമ്മൾ നൽകിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഒരു ലോക മുതലാളി ആരെയും ആശ്രയിക്കാണ്ടത്തവനാണ്, എന്തിനും തികഞ്ഞോനാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. മൂപ്പരെന്തയ്യ ഒറ്റപ്പെടുത്തം പിടിക്കും. എന്നിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി വിധേയപ്പെട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന രൂപത്തിൽ ഡോക്ടറോട് പറയും. അതിനെത്ര പൈസ ആണെങ്കിലും ഞാൻ തരാം, ഏറ്റവും നല്ല ചികിത്സ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുന്ന രൂപത്തിൽ വിനയപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും.
ഇവിടെ ആരാ മൂപ്പൻ? മുതലാളിയല്ല, ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് ഒരു ഉസാറായി മുതലാളിനെയൊക്കെ ചികിത്സിച്ച ആളാണ് ഞാനെന്ന നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കേസ് വന്നത്. മാനഹാനി സംഭവിക്കുന്ന കേസാ. അപ്പൊ ഒരു പ്രഗത്ഭനായ വക്കീലിനെ കിട്ടണം, എന്നാലേ രക്ഷപ്പെടൂ. മൂപ്പര് വക്കീലിനെ കണ്ടു. എങ്ങനെങ്കിലും എന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം, എത്ര പൈസ വേണമെങ്കിലും നമുക്ക് ഇറക്കാം. അവിടെ ആരാ താരം? വക്കീല. വക്കീല് കോടതിയിലേക്ക് പോകുമ്പോ വാഹനത്തിന് എന്തോ ഒരു അപശബ്ദം, ഇതുവരെ കേൾക്കാത്ത എന്തോ ഒരു കേട്, നീങ്ങുന്നില്ല. അവിടെ ആരാ താരം? അത് വർക്ക് ഷോപ്പിലുള്ള കക്ഷിയാണ്. ഇങ്ങനെ ആളുകളെ പരസ്പരം വ്യത്യസ്തപ്പെടുത്തി അല്ലാഹു തആല സൃഷ്ടിച്ചത് സ്വയം അഹങ്കരിക്കാനല്ല, മറിച്ച് കിട്ടിയതിന് പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്ത് മനസ്സിലായി? ചില വിഷയങ്ങളിൽ നമുക്ക് ധന്യതയുണ്ട്, എന്നാൽ അനേകം വിഷയത്തിൽ നമ്മൾ ദരിദ്രരാണ്. അത് തിരിച്ചറിയുക. പരിപൂർണ വലിയ അള്ളാഹു മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. ഇവിടെ ജനങ്ങളിലേക്ക് ആവശ്യം ഉന്നയിക്കുന്നത് ഹറാമാണ് എന്ന കാര്യം വരെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ യാചന ഒരു തൊഴിലാക്കി ആളുകൾ കൊണ്ടുനടക്കുന്നുണ്ട്. പുരണ്ടാക്കാൻ എന്താ പ്രശ്നം? ഒരു കത്ത് എഴുതിയാ പോലെ മഹലിന്റെ ഒരു സീലുണ്ട്, ഏത് പള്ളിയിലും പോയി തിരക്കാലോ, ആരോടും ചോദിക്കാലോ. എന്നിട്ട് യാചനയെ ഒരു ശീലമാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി 2-3 വിധത്തിലല്ലാതെ ആളുകളോട് ചോദിക്കാൻ പറ്റില്ല എന്ന വളരെ വ്യക്തമായ ഹദീസിലൂടെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖബീസ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് പറയാനുള്ള റസൂലേ, ഞാനൊരു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്, എന്നൊന്ന് സഹായിക്കണം. ഒരാൾ കുടുങ്ങിയപ്പോ ഞാനൊരു ബാധ്യത ഏറ്റെടുത്തു, എന്നെ സഹായിക്കണം. അപ്പൊ റസൂല് പറഞ്ഞു, എന്റെ കയ്യിരിപ്പൊന്നുമില്ല, ബൈത്തുൽ മാലിൽ ഒന്നും വന്നിട്ടില്ല, നീ അവിടെ നിൽക്ക്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം, വരുമാനം വന്നതിന് ശേഷം റസൂല് ഖബീസാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖബീസ, നമ്മളെ സംഖ്യ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള പൈസ ഉണ്ട്. പക്ഷെ ഖബീസ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചോദിക്കുക എന്നത് 3 കൂട്ടർക്ക് മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. എന്ത് പറഞ്ഞാൽ അല്ലാതെ ചോദിക്കൽ മോശാണ്, കുറ്റാണ് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതാരാ? ഏറ്റവും കൂടുതൽ നമ്മളെ ബഹുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മുഖം എന്ന് പറയുന്നത് അള്ളാഹ് ബഹുമാനിച്ച മുഖാണ്. ആ മുഖത്തെ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് കീഴ്പ്പെടുത്തിയിട്ട് യാചിച്ചിട്ട് ഇല്ലാതാക്കി കളഞ്ഞാൽ അതിന്റെ ശിക്ഷ എത്രയാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മഹ്ശറയിൽ വരുമ്പോൾ മുഖത്ത് മാംസം ഉണ്ടാവൂല, അസ്ഥി കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ യാചകന്റെ. യാചന തൊഴിലാക്കിയവന്റെ മുഖത്ത് അസ്ഥി കൂടെ മാത്രമേ ഉണ്ടാകൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖബീസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ ഈ ഏറ്റെടുത്ത പണിയാണ്. റജുലുൻ തഹമ്മല ഹമാലതൻ, ഒരു ബാധ്യത ഏറ്റെടുത്ത് അത് വീടണം. അത് വീട്ടുന്നത് വരെ അവൻ ആളുകളോട് ചോദിക്കാം. രണ്ടാമത്തെ കാരണം, യാചന അനുവദനീയമായ, മറ്റുള്ളവരോട് ചോദിക്കൽ അനുവദനീയമായ രണ്ടാമത്തെ സംഗതി പ്രകൃതി ദുരന്തമാണ്. അവന്റെ കയ്യിലുള്ളത് മുഴുവനും ഇല്ലാതായിപ്പോയി. ജോലി ചെയ്ത് ജീവിക്കുന്നവനായിരുന്നു, വീടുണ്ടായിരുന്നു, ഇല്ലാതായിപ്പോയി. ഇന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ കേരളം. നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം ഇന്നത്തെ വെള്ളിയാഴ്ച ഒരു കലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വകുപ്പിൽ നിങ്ങൾക്ക് ഇന്ന് സഹായങ്ങൾ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് അത് സ്വരൂപിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ ആ വ്യക്തിയെ ഒന്ന് ട്രാക്കിൽ കയറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. മൂന്നാമത്തെ സംഗതി, അതിശക്തമായ ദാരിദ്ര്യം ഉണ്ടായി. അതിശക്തമായ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രനാണ് എന്ന് അവന്റെ നാട്ടിൽ താമസിക്കുന്ന 3 നീതിമാന്മാരായ ആളുകൾ സാക്ഷ്യപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന പറഞ്ഞു. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും കലക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് അതെടുത്തു കൊടുക്കാനുള്ളതല്ല പരിശുദ്ധ ഇസ്ലാം. കൃത്യമായി അന്വേഷിക്കണം. ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യം വാങ്ങിയെടുക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകളുണ്ട്. ഇതിന്റെ അർത്ഥം ചോദിക്കുന്നവർക്ക് കൊടുക്കരുത് എന്നല്ല. ചോദിച്ചു വന്നവരെ നീ തടയരുത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അത് ആ രൂപത്തിലുള്ള കൊടുക്കലാണ്. അതവരാ പണി നിർത്തുകയില്ല, അതവര് തൊഴിലാക്കിയതാണ്, അതിനെന്തെങ്കിലും കൊടുത്തു വിട്ടേക്കാം. പക്ഷേ ഒരു ഇറച്ചി തട്ടുന്ന കൊടുക്കലുണ്ടല്ലോ, അത് കൊടുക്കണമെങ്കിൽ ആളുടെ കാര്യം കൃത്യമായി ബോധ്യപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസൽ മിസ്കീനുല്ലദീ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു പിടി ഭക്ഷണമല്ല, ഒരു കാരക്ക ഇതൊക്കെ കൊടുത്താൽ തിരിച്ചു പോകുന്നവനല്ല, മറിച്ച് ദാരിദ്ര്യമുണ്ട്, അവൻ ആരോടും അത് പറയില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ മഹല്ലിലുണ്ട്. അവരവരുടെ ദാരിദ്ര്യം പറയൂല, അവർക്ക് അഭിമാനമുണ്ട്. അവരെ കണ്ടുപിടിക്കണം, അവർക്ക് സക്കാത്ത് കൊടുക്കണം. അവരാണ് മിസ്കീന്മാർ, അവരാണ് ഫഖീർ. അല്ലാതെ യാചന തൊഴിലാക്കിയവരല്ല. എനിക്ക് പുരവരണമെന്ന് പറഞ്ഞിട്ട് ആള് വരും. അപ്പൊ ഓരോട് പറഞ്ഞു നോക്കുക, നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് കിടക്കാൻ ഒരു റൂം, ആഹാരം ഉണ്ടാക്കാൻ ഒരു കിച്ചൺ, അതുപോലെ ഒരു ബാത്റൂം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു നോക്കി. എന്താ തിരിച്ചു പറയാന്നറിയോ? അവര് പറയും, നിങ്ങൾക്ക് അത്രേ സാധിക്കൂ, നിങ്ങൾ എഴുതന്നാ മതി, ബാക്കി പോക്കറാജി തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരോട് ചോദിക്കാം. അപ്പൊ മൂപ്പർക്ക് അത്യാവശ്യമല്ല വിഷയം, എനിക്ക് അത് മതി, അൽഹംദുലില്ലാ ഞാൻ പൊരുത്തപ്പെട്ടു എന്നല്ല. അദ്ദേഹത്തിന് നല്ല ആഡംബരമായ ഒരു വീട് വേണം. അതിനുള്ള മാർഗം എന്താ? യാചനയാണ്. ആ യാചനയെ മാർഗമാക്കിയിട്ട് യാചനയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നമുക്ക് ഓർമ്മ വേണം. ഏതായാലും വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ആ ഗനിയ്യ് എന്ന നാമം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അന്തസ്സോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാവിധ ദാരിദ്ര്യവും നിർമാർജനം ചെയ്തു തരുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരെയും ആശ്രയിക്കാതെ നിന്നിൽ അഭയം തേടി നിന്നിൽ തവക്കുലാക്കി അന്തസ്സോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.